കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവജനം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ വചനധ്യാനത്തിൽ ശ്രദ്ധിച്ചത് ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസമാണ്. മലാക്കി പ്രവചനത്തിൽ നിന്നാണ് നമ്മളത് വായിച്ചത്. 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മളവിടെ ചിന്തിച്ചു. വെറും ഭൗതികതയല്ല വ്യത്യാസം. 4-ാം അധ്യായത്തിലാണ് വ്യത്യാസത്തിൻ്റെ ഗൗരവം കാണിക്കുന്നത്. അവിടെ ദൈവത്തിന് സേവ ചെയ്യുന്ന, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന ഒരുപിടി ശുശ്രൂഷകന്മാരുടെ പരാതിയാണ് അഹങ്കാരികൾക്ക്, ദൈവത്തെ പരീക്ഷിക്കുന്നവർക്ക്, ദുഷ്ടന്മാർക്ക് വെച്ചടി ഉയർച്ച കിട്ടുന്നു, ശിക്ഷ കിട്ടുന്നില്ല, അഭ്യുദയം ഉയർച്ച പ്രാപിക്കുന്നു. കർത്താവിനെ സേവിക്കുന്ന ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. ഇതുതന്നെ ആസാഫിൻ്റെയും ക്ലെയിം. ആസാം ദുഷ്ടനെ കണ്ടിട്ട് അഹങ്കാരികളുടെ അസൂയ തോന്നി. അവരുടെ വയറുന്തി നിൽക്കുന്നു, ഭൗതികമായിട്ട് ഉയർച്ചയുണ്ട്, നന്മയുണ്ട്, വളർച്ചയുണ്ട്, എല്ലാ കാര്യങ്ങളും കരുതുന്നു. പുള്ളി പറയാം, പുള്ളിയുടെ കണ്ണ് കുഴിഞ്ഞു, ദിനംതോറും ബാധിക്കപ്പെട്ടവനായി, ഉഷസ് തോറും ബാധിക്കപ്പെട്ടവനും നിന്ദിക്കപ്പെട്ടവനും പ്രയാസം അനുഭവിക്കുന്നതിനായിട്ട് കടന്നു. ദൈവം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ട് എന്താ പറഞ്ഞത്? അദ്ദേഹം ആലയത്തിൽ വന്നു, ഒരു നീതിമാൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം സന്തോഷിച്ചത്. നീ എൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. അതാണ് 73-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. എന്നാൽ ഈ മലാക്കി പ്രവചനത്തിൽ ദുഷ്ടൻ, അഹങ്കാരിയും ദുഷ്ടനും ദൈവത്തെ പരീക്ഷിക്കുന്നവനുമായ മനുഷ്യൻ്റെ അധപ്പതനത്തെക്കുറിച്ച് 4-ാം അധ്യായത്തിലാണ് പറയുന്നത്. അവിടെ ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുന്നുണ്ട്. അവിടെ ദൈവം ശിക്ഷിക്കുകയാണ്. അഹങ്കാരികളെല്ലാം താളടികളാണ്, ദുഷ്ടന്മാർ, ദൈവത്തെ മറക്കുന്നവർ, സുവിശേഷം മറക്കുന്നവർ, ദൈവത്തിൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വം വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി പ്രാപിക്കും. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ നമ്മളവിടെ കാണും. എന്നാൽ ദൈവത്തെ സേവിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവവേദന, കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവവേദൻ്റെ ഭാവിയെക്കുറിച്ചും മലാക്കി 4-ലുണ്ട്. യഹോവയെ സ്നേഹിക്കുന്നവർ, സേവിക്കുന്നവർ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് വേണ്ടി ദൈവം രോഗോപശാന്തിയോടെ ഉദിക്കും. നിങ്ങൾ തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെപ്പോലെ തുള്ളിച്ചാടും. ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുകയാണോ? കർത്താവിനെ ശുശ്രൂഷിക്കുന്നോ? വലിയ ഉയർച്ചയോ ഭൗതിക നന്മയുടെ വിശാലതയോ ഒന്നും ഇല്ലെങ്കിൽ അതിലൊന്നും ഭാരപ്പെടണ്ട. നാം തുള്ളിച്ചാടുന്നുണ്ടത് ഇന്നല്ല, തുള്ളിച്ചാടുന്നൊരു ദിവസമുണ്ട്. 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ 12 മുതൽ വായിക്കുമ്പോൾ കാണുന്നു, ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കുന്നതിൽ സന്തോഷിക്കണം. അവൻ്റെ നാമം ധരിച്ചുകൊണ്ട് നാം കഷ്ടം സഹിക്കുന്നതിൽ സന്തോഷിക്കണം. കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നാം തുള്ളിച്ചാടും, ആനന്ദത്തോടെ നിൽക്കുമെന്നാണ് യൂദായുടെ ലേഖനം താഴോട്ട് വായിക്കുമ്പോൾ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ സന്നിധിയിൽ ആനന്ദത്തോടെ, കളങ്കമറ്റവരായി ആനന്ദത്തോടെ നാം നിൽക്കും, തുള്ളിച്ചാടി നിൽക്കും. നിങ്ങളും തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെപ്പോലെ തുള്ളിച്ചാടും. യെശയ്യാവ് 52-ന്റെ സമാപന ഭാഗത്ത് കാണുന്നത്, അവൻ അനേക ജാതികളെ കുതിച്ച് ചാടുമാറാക്കും. അതൊന്നും ഭൗതിക വിശാലതയിൽ ഉണ്ടാകുന്നൊരു സന്തോഷമല്ല. പാപമോചനവും മരണമോചനവും പ്രാപിച്ച ഒരു ദൈവവേദൻ്റെ വിജയാഹ്ലാദമാണ്. ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? കർത്താവിൻ്റെ സന്നിധി തുള്ളിച്ചാടി മരണത്തെ ജയിച്ച് അക്കരെ നാട്ടിലെത്തിയ ദൈവമക്കൾ. അതുകൊണ്ട് വ്യത്യാസം ഭൗതികതയിൽ കാണരുത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ വചനധ്യാനത്തിൽ നമ്മളത് ചിന്തിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തുടർന്ന് നമ്മൾ ദൈവത്തെ സേവിക്കുന്നവരുടെ വ്യത്യാസത്തെക്കുറിച്ച് ചിന്തിക്കണം. അതിന് ആധാരമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. ഈ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ളൊരു വ്യത്യാസം, സേവിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന പ്രമാണം തന്നെയാണ്. എസ്തേറിൻ്റെ പുസ്തകം 3:8. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറിക്കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല. നിന്റെ രാജ്യത്തിൽ അനേക ജാതികളുണ്ട്. അപ്പോൾ നമുക്ക് ഉദാഹരണമായി പറഞ്ഞാൽ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ജൈനർ, ബുദ്ധന്മാർ ഒക്കെ തിങ്ങി നിറഞ്ഞു പാർക്കുന്നതാണ് ഇന്ത്യ. ഒരു ഉദാഹരണമാണ്. അവരുടെ കയ്യിലെല്ലാം അവരുടേതായ മതഗ്രന്ഥങ്ങളുണ്ട്. ജൈനൻ്റെ കയ്യിൽ ജൈന മതഗ്രന്ഥമുണ്ട്, ബുദ്ധൻ്റെ കയ്യിൽ ബുദ്ധമതഗ്രന്ഥമുണ്ട്, ഹിന്ദുക്കളുടെ കയ്യിൽ വേദങ്ങളും ഉപപുരാണങ്ങളും ഗീതകളും രാമായണവും ഒക്കെയുണ്ട്. മുസ്ലിമിൻ്റെ കയ്യിലാണെങ്കിൽ ഖുറാനുണ്ട്. അപ്പം ദേശത്ത് ചിന്നിച്ചെതറി പാർക്കുന്ന ജാതികളുടെ നടുവിൽ ആ ജാതികളുടെ കയ്യിലും അവരുടേതായ മതഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ അവരുടെ നടുവിൽ ഒരു ജാതി പാർക്കുന്നുണ്ട്. അത് യഹൂദനെക്കുറിച്ച് അവിടെ പറഞ്ഞു. ദൈവജനമല്ലേ യഹൂദന്മാർ. അവരുടെ ന്യായപ്രമാണം മറ്റുള്ളവരുടെ മതഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യാസമാണ്. കാരണം അവരുടെ ന്യായപ്രമാണം ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൽ
നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചിരിക്കുന്ന യഹൂദാജനത്തിനാണെന്ന് റോമാലേഖനം 3-ാം അധ്യായം 1-2 റോമാലേഖനം 9-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങൾ പിതാക്കന്മാരും എല്ലാം അവർക്കുള്ളതാണ്. ആ ജാതിയുടെ പ്രമാണത്തിന് വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ സേവിക്കുകയും സേവിക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് പ്രമാണ വ്യത്യാസമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യാസമുള്ളതാണ്. ഇത് നിത്യജീവൻ്റെ മൊഴിയാണ്. നിത്യജീവൻ്റെ മൊഴി വേറെ ഒരു ഗ്രന്ഥങ്ങളിലുമില്ല. വേറെ ഗ്രന്ഥങ്ങളിലൊക്കെ സദാചാരബോധം ഉണർത്തുന്ന മോട്ടിവേഷനിൻ്റെ നിലയിലൊക്കെ പഠിപ്പിക്കാൻ കഴിയുന്നതും സാമൂഹ്യ ബോധം നൽകുന്നതും മനുഷ്യത്വപരമായ നിലയിൽ പെരുമാറാൻ പഠിപ്പിക്കുന്ന പാപബോധം നൽകുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ പാപബോധം മാത്രമല്ല ഈ ഗ്രന്ഥം നൽകുന്നത്, പാപമോചനവും ഗ്രന്ഥത്തിലുണ്ട്. ഇതിനകത്ത് സദാചാരബോധം ഉണ്ട്, ധാർമ്മിക ബോധം ഉയർത്തുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിളെങ്കിലും ഇതിനകത്ത് നിത്യജീവൻ്റെ മൊഴിയുണ്ട്. ഇത് പഥ്യ ഉപദേശമാണ്. സദാചാരബോധം ഉണർത്തുന്ന ഉപദേശം മാത്രമല്ല, പഥ്യ ഉപദേശമുണ്ട്. ജീവൻ്റെ വചനമാണിത്. നമ്മുടെ ജീവനിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണിത്. അതിൻ്റെ വ്യത്യാസമാണിത് മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ ഗ്രന്ഥത്തിനുള്ള വ്യത്യാസം. അപ്പം വചനത്തിൻ്റെ വ്യത്യാസം വചനം എടുക്കുന്ന അല്ലെങ്കിൽ പ്രമാണം ലഭിച്ച ജനത്തിൻ്റെ വ്യത്യാസമായി മാറും. ഇപ്പോൾ എസ്തേറിൻ്റെ പുസ്തകത്തിൽ തന്നെ ഒരു കാര്യമുണ്ട്. ഹാമാനോട് അവൻ്റെ ഭാര്യ പറയുന്നൊരു കാര്യമുണ്ട്. മോർദേക്കായി ഉണ്ടല്ലോ, അവൻ യഹൂദ വംശജനിൽപ്പെട്ടവനാണെങ്കിൽ, യഹൂദ വംശജനാണെങ്കിൽ നീ അവനെ ജയിക്കില്ല. കണ്ടോ, യഹൂദനെ ജയിക്കാൻ പറ്റില്ല. കാരണം എന്താ? യഹൂദൻ്റെ കയ്യിലിരിക്കുന്ന പ്രമാണം ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. അതിനകത്ത് നിത്യജീവൻ്റെ മൊഴിയുണ്ട്. അവനൊരു യഹൂദ വംശജനെങ്കിൽ നീ അവനെ ജയിക്കില്ല. പാതാള ഗോപുരങ്ങൾ ദൈവസഭയെ ജയിക്കില്ല. വളരെ ഗൗരവമായിട്ട് നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ, ഇതിനെ തിരുവഴുത്തുണ്ട്. ഇതിനകത്ത് ദൈവവചനമുണ്ട്. യേശുക്രിസ്തു സംസാരിക്കുന്ന ദൈവവചനമാണ്. അവൻ ദൈവമാണ്. വചനം ജഡമായി തീർന്നവനാണ്. വചനം ദൈവമാണ്. ദൈവവചനമെന്ന പേരുണ്ടവന്. നമ്മൾ ആ കാര്യങ്ങളൊക്കെ നേരത്തെ മുൻ ധ്യാനങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ദൈവവചനത്തിൻ്റെ വ്യത്യാസം നമ്മുടെ വ്യത്യാസമായി മാറും. അതെങ്ങനെ ആകുന്നത്? വചനത്തിന് വ്യത്യാസം ഉണ്ടെന്നുള്ളത് ശരിയാണ്. അതാണ് എസ്തർ 3:8 കാണുന്നത്. നിൻ്റെ രാജ്യത്ത് അനേക ജാതികളുണ്ട്, അവരുടെ നടുവിൽ ചിന്നിച്ചെതിരി കിടക്കുന്ന യഹൂദ ജാതിയുണ്ട്. ഈ ജാതികളുടെ എല്ലാം കയ്യിൽ പ്രമാണമുണ്ട്, അവരുടേതായ പ്രമാണമുണ്ട്. പക്ഷേ ഈ യഹൂദന്മാരുടെ കയ്യിൽ ഒരു പ്രമാണമുണ്ട്, അത് വ്യത്യാസമുള്ള പ്രമാണം. ആ വ്യത്യാസം യഹൂദൻ്റെ വ്യത്യാസമായി മാറണം. അവൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം അവൻ്റെ വ്യത്യാസമാക്കി മാറണം. അപ്പം ദൈവത്തെ സേവിക്കുന്നവരുടെ വ്യത്യാസം എന്താ? ദൈവത്തെ സേവിക്കുന്നവരുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥത്തിന് വ്യത്യാസമുണ്ട്. ആ ഗ്രന്ഥം അവരെയും സമൂഹത്തിൽ വ്യത്യാസപ്പെടുത്തി. ദൈവവചനം നമ്മളെ വ്യത്യസ്തരാക്കണം സമൂഹത്തിൽ. അത് വായിച്ച വ്യത്യസ്തമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗാന്ധിജി പുതിയ നിയമം വായിച്ചിട്ടുണ്ട്. ചില ധാർമ്മിക ഉപദേശങ്ങളൊക്കെ പുതിയ നിയമത്തിൽ നിന്ന് പുള്ളി മുറുകെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ മൂടുപടം മാറി. പുള്ളി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടാണോ മരിച്ച് യേശുക്രിസ്തുവിനോട് ചേർന്നോ? നിത്യതയിൽ യേശുവിനോട് ചേർന്നോ? രാജാറാം മോഹൻ റോയ് ബൈബിളിൻ്റെ സദാചാരബോധം ഉണർത്തുന്ന ഉപദേശങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു ക്രിസ്തു ശിഷ്യനായിട്ടാണോ മരിച്ച് അദ്ദേഹം ചേർക്കപ്പെട്ടത്? യേശുവിനോട് ചേർന്നിട്ടുണ്ടോ? ഒന്ന് പുനർവിചിന്തനത്തിന് വയ്ക്കണേ. അതോ ഇതെല്ലാം ഇതിനകത്ത് ധാർമ്മിക ഉപദേശങ്ങളൊക്കെ പറയുന്നെങ്കിലും അവർ വായിച്ചിട്ടുണ്ടെങ്കിലും മൂടുപടം നീങ്ങിയിട്ടുണ്ടോ? അവർക്ക് ആ ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ട് ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്ക് ചേരാൻ കഴിയുന്നുണ്ടോ? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഒരാൾ പഴയ നിയമം വായിച്ചത് കൊണ്ട് മൂടുപടം വീഴണമെന്നില്ല. കാരണം എന്താ? ഒരാൾ പുതിയ നിയമം വായിച്ചത് കൊണ്ട് മൂടുപടം മാറണമെന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെട്ട ആൾക്കാരെല്ലാം പുതിയ നിയമം വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവർ ക്രിസ്തുവിൻ്റെ ശിഷ്യരാകണമെങ്കിൽ അവരുടെ മൂടുപട ഹൃദയത്തിൻ്റെ ദൃഷ്ടിയിൽ വീണ് കിടക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വരണം. അതാണ് മൂടുപടം. മാറിയിട്ട് ക്രിസ്തുവിൻ്റെ തേജസ് കാണുകയും ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുകയും ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തു ശിഷ്യനായിട്ട് ക്രിസ്തുവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റണം. അതാണ് മൂടുപടം മാറിയതിൻ്റെ ലക്ഷണം. ക്രിസ്തുവിൻ്റെ കാൽച്ചുവടുകളുടെ പിന്നാലെ യാത്ര ചെയ്യാൻ അവൻ്റെ വഴി കണ്ടെത്തുന്നതാണ് ആ മൂടുപടം മാറുന്നതിൻ്റെ ലക്ഷണം. അല്ലാതെ വായിച്ചത് കൊണ്ടല്ല. അതുകൊണ്ട് പഴയ നിയമം വായിച്ചത് കൊണ്ട് മൂടുപടം വീഴുമെന്നുള്ള പഠിപ്പീര് തെറ്റാണ്. പുതിയ നിയമം വായിച്ചത് കൊണ്ട് മൂടുപടം നീങ്ങുമൊന്നുമില്ല. വായിച്ചവൻ പ്രമാണിക്കുമ്പോഴാണ് മൂടുപടം മാറുന്നത്. ഏറ്റെടുക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മൂടുപടം നീങ്ങുന്നത്. പുതിയ നിയമം. പഴയ നിയമവും മൂടുപടം വീഴുന്നത് വായിച്ചത് കൊണ്ടല്ല, പ്രായോഗികമാക്കുമ്പോഴാണ്. ഇപ്പോൾ ഉദാഹരണം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്ന് പെസഹ കുഞ്ഞാടിനെക്കുറിച്ച് പഠിച്ചു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണല്ലോ പെസഹ കുഞ്ഞാടിനെക്കുറിച്ച് പറയുന്നത്. ഒരാൾ ഒരു കലണ്ടർ നോക്കി ആബിബ് മാസം 10-ാം തീയതി കറക്റ്റ് ചെയ്ത് ചന്തയിൽ പോയി ഒരു ആടിനെ മേടിച്ചുകൊണ്ട് വന്നു.
ഈ പറഞ്ഞ പോലെ കലണ്ടർ നോക്കി 10-ാം തീയതി അതിനെ മാറ്റിക്കെട്ടി 14-ാം തീയതി സന്ധ്യയ്ക്ക് അറുത്ത് രക്തത്തളി ആചരിച്ചാൽ മൂടുപടം വീണു. കാരണം എന്താ? പുറപ്പാട് ദിവസം 12-ാം അധ്യായം വായിച്ചത് പ്രായോഗികമാക്കി. അതിനിന്ന് പ്രസക്തിയില്ല, മൂടുപടം വീഴുകയാണ്. അപ്പോൾ വായിച്ചത് കൊണ്ട് മൂടുപടം വീണില്ല, അത് പ്രവർത്തിച്ചപ്പോഴാണ് മൂടുപടം വീഴുന്നത്. അതുപോലെ ചിലരത് വായിക്കും, അതുകൊണ്ട് വായിക്കരുതെന്നൊക്കെ പറയും. വായിച്ച് പൊരുൾ തിരിക്കേണ്ട വണ്ണം പൊരുൾ തിരിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പഴയ നിയമവും പുതിയ നിയമവും കൈകാര്യം ചെയ്യേണ്ട വണ്ണം കൈകാര്യം ചെയ്യണം. മൂടുപടം വീഴുന്ന നിലയിൽ ന്യായപ്രമാണം കൈകാര്യം ചെയ്യരുത്. എപ്പോഴും പുതിയ നിയമത്തിന് മങ്ങലേൽക്കാതെ ക്രിസ്തുവിൻ്റെ കൃപയാൽ ലഭിച്ച വിടുതലുകളെയും വിമോചനങ്ങളെയും തടസ്സമുണ്ടാക്കുന്ന നിലയിൽ മറയ്ക്കുന്ന നിലയിൽ ന്യായപ്രമാണം കൈകാര്യം ചെയ്യുന്നെങ്കിൽ അത് മൂടുപടമായി മാറും. അങ്ങനെ പരിജ്ഞാനത്തോട് ഇവയോട് പ്രതികരിക്കാൻ കഴിയും. പുതിയ നിയമം വായിച്ചതുകൊണ്ട് മൂടുപടം മാറില്ല, അത് പ്രായോഗികമാക്കണം. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ വായിച്ചതുകൊണ്ട് മൂടുപടം മാറില്ല, മാനസാന്തരപ്പെടണം. സ്നാനപ്പെട്ടെന്ന് വായിച്ചാൽ മൂടുപടം മാറില്ല, സ്നാനപ്പെടണം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക എന്ന് വായിച്ചാൽ പോരാ, ആത്മാവിനെ പ്രാപിക്കണം. വിശുദ്ധ ജീവിതം നയിക്കുക എന്ന് വായിച്ചാൽ പോരാ, വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴാണ് മൂടുപടം മാറുന്നത്. നമ്മൾ ദൈവവചനം വായിച്ചാലല്ല, വായിച്ചത് അനുസരിക്കണം. അതുകൊണ്ടാണ് വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നോ എന്ന് ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിച്ചു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? പേരയിലിരുന്ന് പ്രമാണം വായിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ നീ ഗ്രഹിക്കുന്നുണ്ടോ? ഒരാൾ പൊരുൾ തിരിച്ചു തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. പിന്നെ പൊരുൾ തിരിച്ചു കൊടുത്തു. അത് പ്രായോഗികമാക്കുകയാണ്. സ്നാനത്തിലൂടെ പ്രായോഗികമായപ്പോഴാണ് അത് അനുഗ്രഹമായി മാറുന്നത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം, ദൈവവചനം നമ്മുടെ വ്യത്യാസമാക്കി മാറ്റും. വചനത്തിനാണ് വ്യത്യാസം. ആ വചനത്തിൻ്റെ വ്യത്യാസം നമ്മുടെ വ്യത്യാസമായി മാറണം, പരിണമിച്ച് നമ്മുടെ വ്യത്യാസമായി മാറണം. എങ്ങനെ? വചനം കേൾക്കണം, കേട്ടത് വിശ്വാസമായി പരിണമിക്കണം. അത് നമ്മുടെ ഹൃദയത്തിലാണ് വിശ്വാസമായി പരിണമിക്കേണ്ടത്. കാതുകൊണ്ട് നമ്മൾ മുമ്പേ കേട്ടതുപോലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ധ്യാനിച്ചതുപോലെ വചനം കാതുകൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊണ്ട് വിശ്വാസമായി ഹൃദയത്തിനകത്ത് പരിണമിക്കണം. പരിണാമമാണ് അത്. പരിണമിച്ച് നമ്മുടെ അവയവങ്ങളിലേക്ക് വ്യാപരിക്കണം. വചനം കേൾക്കണം, കാതുകളിലൂടെ കേട്ട് ഹൃദയത്തിൻ്റെ നടുവിൽ അത് സൂക്ഷിച്ച് ഹൃദയത്തിൽ വീണ വചനം വിശ്വാസമായി പരിണമിച്ച് അത് നമ്മുടെ അവയവങ്ങളിലേക്ക് വ്യാപരിക്കുകയും നമ്മളിൽ നിന്ന് അത് സമൂഹത്തിലേക്ക് മുഴങ്ങുകയും ചെയ്യണം. അവയവങ്ങളിലേക്ക് വ്യാപരിച്ച് വന്നിട്ട് അത് സമൂഹത്തിൽ മുഴങ്ങണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രായോഗികമാക്കുകയാണ്. വചനം അനുസരിക്കുക. അത് മറ്റുള്ളവർക്ക് മുഴങ്ങുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്ന നിലയിൽ, വിലയിരുത്താൻ കഴിയുന്ന നിലയിൽ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക. വചനം പ്രായോഗികമാക്കണം അവയവങ്ങൾ കൊണ്ട്. വചനമെന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ കിടന്നാൽ മാത്രം പോരാ, ആ വിത്ത് മുളയ്ക്കണം. മുളച്ച അവയവങ്ങളിലേക്ക് വളർന്ന് ഫലം കായ്ക്കണം. അതാണ് നമ്മുടെ വ്യത്യാസമാക്കി മാറ്റും. വചനം വ്യത്യാസമാണ്, പക്ഷേ വചനം നമ്മൾ പ്രമാണിക്കുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്. വചനത്തിൻ്റെ വ്യത്യാസം, വചനം നമ്മളെ പഠിപ്പിക്കും, വചനം പഠിച്ച് നമ്മൾ വ്യത്യസ്തരാകും. അതിന് ആധാരമായിട്ട് നമുക്ക് യെശയ്യാ പ്രവചനം 29-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. യെശയ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 18 മുതൽ. അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രയേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുന്നവർ, നമ്മുടെ കർത്താവ് ആലയത്തിൽ ചെന്ന് പുസ്തകക്കാരൻ്റെ കയ്യിൽ നിന്നും പുസ്തകം തുറന്ന് വായിച്ച് കേൾപ്പിച്ചു. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിച്ചു. പ്രതികാര ദിവസത്തെക്കുറിച്ചും ജനത്തിന് ബോധ്യത വരുത്തി. ലൂക്കോസ് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന വിടുതൽ കണ്ടോ? എന്നാൽ ഈ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കും, കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങും. അപ്പം ചെകിടന്മാർക്ക് കേൾക്കാൻ കഴിയും, കുരുടന്മാർക്ക് കാണാൻ കഴിയും. അന്ധകാരങ്ങൾ, മൂടുപടങ്ങൾ നീങ്ങിപ്പോവും, ഇരുളും അന്ധകാരവും നീങ്ങിപ്പോവും. എന്നാൽ താഴോട്ട് ഇത് രണ്ടും നമ്മൾക്ക് പെട്ടെന്ന് ഇഷ്ടമാണ്. ചെകിടായ ചെവി തുറന്നു കേൾക്കാൻ പറ്റിയല്ലോ, കുരുടായ കണ്ണ് തുറന്ന് കാണാൻ പറ്റിയല്ലോ എന്ന് പറയും. എന്നാൽ വേറെ 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ പുസ്തകം വ്യക്തികൾക്ക് വരുത്തിയ മാറ്റം. ഒന്ന്, സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കും. അപ്പോൾ നമ്മളെ സൗമ്യതയുള്ളവരാക്കി മാറ്റുകയാണ് പുസ്തകം. യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ നുകം ചുമന്ന് എന്നോട് പഠിക്കണം, ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. പുസ്തകം തുറന്ന് കർത്താവ് വചനം പഠിപ്പിച്ചു, വായിച്ച് കേൾപ്പിച്ചു. ലൂക്കോസ് 4-ാം അധ്യായത്തിൽ. അപ്പോൾ കർത്താവ് നല്ല ഗുരുവും കർത്താവുമാണ്. അവിടുന്ന് നമ്മളെ ദൈവവചനം പഠിപ്പിക്കുന്നു. അത് പഠിക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കും, നമ്മുടെ ചെവി തുറന്ന് നമ്മൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കും, അടുത്ത മഹിമ കാണുന്നു, നമ്മളവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. പക്ഷേ പുസ്തകം നമ്മളെ സൗമ്യതയുള്ളവരാക്കണം. യേശുക്രിസ്തുവിൻ്റെ ഉപദേശം നമ്മളെ കാഴ്ചയിലേക്ക് നയിക്കുക മാത്രമല്ല, കേൾവിയിലേക്ക് മാത്രം നയിക്കുകയല്ല, അവിടുന്ന് നമ്മുടെ കോപങ്ങൾ, ക്രോധങ്ങൾ, ഈർഷ്യകൾ, എടുത്തുചാട്ടങ്ങൾ, സഡൻലി കോപിച്ച് ഡിസിഷൻ എടുക്കുന്ന സ്വഭാവങ്ങൾ എല്ലാം മാറ്റി നമ്മളെ സൗമ്യതയുള്ളവരാക്കി മാറ്റി. കർത്താവ് അതാണ് ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ നുകം ചുമന്ന് എന്നോട് പഠിപ്പീ, ഞാൻ സൗമ്യതയുള്ളവനാണ്,
സകല മനുഷ്യരും നിങ്ങളുടെ സൗമ്യത കാണട്ടെ എന്നാണ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ കാണുന്നത്. ഇതാ നമ്മുടെ കർത്താവ് വരുന്നു, സകല മനുഷ്യരും നിങ്ങളുടെ സൗമ്യത കാണട്ടെ. വീട്ടിലും നാട്ടിലും സഭയിലും സമൂഹത്തിലൊക്കെ നമ്മുടെ സൗമ്യത നമ്മൾ കാണിച്ചേ പറ്റും. ചില സഭയിൽ സൗമ്യത കാണിക്കും, റേഷൻ കടയിൽ ചെന്ന സൗമ്യത കാണിക്കല്ലേ. തിരക്കുള്ളടുത്ത് ക്യൂ നിന്ന് കാര്യങ്ങൾ സാധിക്കേണ്ട മേഖലയിൽ സൗമ്യത നഷ്ടപ്പെടുന്നവരുണ്ട്. സൗമ്യതയായിട്ട് നിൽക്കണം. സഭയിൽ മാത്രമാണ് സൗമ്യത കാണിക്കേണ്ടത്, വീട്ടിൽ വേണം. വീട്ടിൽ മാത്രം പോലെ സൗമ്യത വേണം, ഇവിടെ മാത്രം പോലെ സമൂഹത്തിൽ എല്ലാ മേഖലയിലും നമ്മൾ സൗമ്യത കാത്തു സൂക്ഷിക്കണം. സൗമ്യത നൽകുന്നു. അവിടെ അടുത്ത പദം കിടക്കുന്നുണ്ട്, സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർക്ക്, മനുഷ്യരുടെ നടുവിൽ നമ്മളെ സാധുക്കളാക്കി മാറ്റും. നമ്മൾ വെറും കുഞ്ഞാടുകളായി മാറുക. രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ കർത്താവ് നമ്മൾ അറുപ്പാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നമ്മൾ നിൽക്കുക. സൗമ്യരായി മാറുക, സാധുക്കളായി മാറുക. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല. അപ്പോൾ പുസ്തകം നമ്മളെ കാഴ്ച തന്നു, പുസ്തകം നമ്മൾക്ക് കേൾവി തന്നു, പുസ്തകം നമ്മളെ സാധുക്കളാക്കി, പുസ്തകം നമ്മളെ സൗമ്യതയുള്ളവരാക്കി മാറ്റി. ഇതാണ് പുസ്തകത്തിൻ്റെ വ്യത്യാസം. പുസ്തകം, ഈ തിരുവെഴുത്തിനാണ് വ്യത്യാസം, ദൈവവചനത്തിന് വ്യത്യാസമുണ്ട് മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന്. അത് നമ്മൾ പ്രമാണിച്ചാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വ്യത്യാസമുള്ളവരായി മാറുന്നത്. കേൾക്കണം, കേട്ടത് ഹൃദയത്തിൽ വിശ്വസിക്കണം, വിശ്വാസമായി പരിണമിച്ച് അത് അവയവങ്ങളിലേക്ക് വ്യാപരിച്ച് നമ്മുടെ അവയവങ്ങളുടെ കേൾവി, നോട്ടം, സംസാര ശൈലികൾ, നമ്മുടെ അവയവങ്ങളുടെ പ്രവൃത്തികളിലൂടെ എല്ലാം വചനം വ്യാപരിക്കുമ്പോൾ ആ വ്യത്യാസമുള്ള വചനം നമ്മുടെ വ്യത്യാസമായി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കില്ല. അത് വായിച്ചാൽ പോരാ, വ്യത്യാസമാണ്. അത് വായിച്ചപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായി. പക്ഷേ അത് മദ്യപിക്കാതെ ജീവിക്കുമ്പോഴാണ് അത് നമ്മുടെ വ്യത്യാസമായി മാറുന്നത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് നമ്മുടെ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കും, ദൈവവചനത്തിൻ്റെ വ്യത്യാസമാണ്. പക്ഷേ വ്യഭിചാരം ചെയ്യാതെ ജീവിക്കുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തരായി മാറുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ദൈവവചനത്തിൻ്റെ വ്യത്യാസം കാത്തു സൂക്ഷിക്കണം. ഫിലിപ്പിലേക്ക് വരുമ്പോൾ നമുക്കവിടെ 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ അവരുടെ നടുവിൽ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളാകും. അപ്പം കറക്റ്റായിട്ട് എസ്തേറിൻ്റെ പുസ്തകം കൂടി എടുക്കുമ്പോൾ കറക്റ്റ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഹാമാൻ അഹശ്വേരോശാവിനോട് പറയും, നിൻ്റെ രാജ്യത്തിൽ അനേക ജാതികൾ പാർക്കുന്നു, അവരുടെ നടുവിൽ ഒരു ജാതിയുണ്ട് ചിന്നിച്ചെറി പാർക്കുന്നു, അത് യഹൂദനാണ്. ഇത് ഫിലിപ്പി ലേഖനം 2:14 മുതൽ വായിക്കുമ്പോൾ അവരുടെ നടുവിൽ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ആ ജാതികളുടെ നടുവിൽ, അവരുടെ ഗ്രന്ഥങ്ങളുടെ നടുവിൽ നമ്മുടെ ഗ്രന്ഥത്തിന് വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസം നമ്മുടെ വ്യത്യാസമായി മാറണം. എങ്ങനെ? നമ്മൾ വചനം ആചരിക്കുമ്പോൾ, പ്രമാണിക്കുമ്പോൾ. അവരുടെ നടുവിൽ ജീവൻ്റെ വചനം കേട്ടാൽ മാത്രം പോരാ, കേട്ടത് പ്രമാണിക്കുമ്പോൾ ലോകത്തിൽ ജ്യോതിസുകളായി നമ്മൾ മാറി വ്യത്യാസപ്പെടുകയാണ്. കണ്ടോ, ഒരിക്കൽ നമ്മൾ ഇരുളായിരുന്നു, സമൂഹം മുഴുവൻ ഇരുട്ടാണ്. സമൂഹത്തിൽ പാർക്കുന്ന രക്ഷിക്കപ്പെടാത്തവർ, യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർ, യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ വെളിച്ചത്തിലേക്ക് വരാത്തവരെല്ലാം ഇരുളാണ്. നമ്മളും മുൻപേ ഇരുളായിരുന്നെന്നാണ് എഫെസ്യലേഖനം 5:7 മുതൽ താഴെ. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ വെളിച്ചമായി. കണ്ടോ, നമ്മൾ വ്യത്യസ്തരായി മാറി. ഇരുൾ നിറഞ്ഞ ലോകത്തിൽ നമ്മൾ വെളിച്ചമായി മാറി. അതെന്തെന്ന്, എങ്ങനെയാണ്? ജീവൻ്റെ വചനം പ്രമാണിച്ചപ്പോഴാണ് ലോകത്തിൽ ആരായിരുന്നു? ജ്യോതിസുകളായി മാറി, വെളിച്ചങ്ങളായി മാറി. നമ്മുടെ വെളിച്ചം ഇരുൾ നിറഞ്ഞ ലോകത്തിൽ പ്രകാശിക്കണം. അവരുടെ മുൻപിൽ നമ്മൾ പ്രകാശിക്കണം, വചനം പ്രമാണിക്കണം. വചനം പ്രമാണിക്കുമ്പോൾ 3 റിസൾട്ടാണ് അവിടെ ഉണ്ടാകുന്നത്. 1, അനന്യരായി മാറുന്നു. 2, പരമാർത്ഥികളായി മാറുന്നു. 3, ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായി മാറുന്നു. വചനം പ്രമാണിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ കണ്ടു തുടങ്ങി. വചനം പ്രമാണിക്കുമ്പോൾ നമ്മുടെ ചെവി കേൾക്കുന്നു, ചെവി തുറന്നു, കണ്ണ് തുറന്നു. യെശയ്യാവ് 29:18 മുതൽ താട്ട് വായിക്കുന്നു. അവിടെ തന്നെ നമ്മൾ സൗമ്യരായി. ഈ തിരുവഴുത്ത് നമ്മളെ സൗമ്യരാക്കി. യേശു സൗമ്യതയുള്ളവനാണ്. അവനോട് കേട്ട് പഠിച്ച് നമ്മൾ സൗമ്യരാകുക, അവൻ്റെ വചനം കേട്ട്. അപ്പോൾ തന്നെ മനുഷ്യരുടെ നടുവിൽ നമ്മൾ സാധുക്കളായി മാറി. അപ്പോൾ തന്നെ ഫിലിപ്പി ലേഖനം കൂടി ചേർത്ത് ചിന്തിക്കുമ്പോൾ നാം നിഷ്കളങ്ക മക്കൾ, ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായി മാറി, പരമാർത്ഥികളായി മാറി, അനന്യരായി മാറി. അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി. എങ്ങനെ? ജീവൻ്റെ വചനം പ്രമാണിച്ചപ്പോഴാണ് ഈ 3 വ്യത്യാസം ഉണ്ടായത്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അനന്യരായി മാറുക, നിന്ദിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാകുക, നിർമ്മതരാകുക, മതമില്ലാതെ ജീവിക്കുക. ദുഷ്കാമം, വ്യഭിചാരം, പരസംഗം, ഇങ്ങനെയുള്ള ദുർമതങ്ങൾ, നിർമ്മതർ, മതമില്ലാത്തവർ. ആനയ്ക്ക് മതമിളകി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടില്ല ആനയ്ക്ക്. അതുപോലെ നിർമ്മതരാകണമെന്ന്, നിർമ്മതരായിരിപ്പേ. അനന്യരും പരമാർത്ഥികളും പരമാർത്ഥികളായി മാറും. പരമാർത്ഥി എന്ന് പറയുമ്പോൾ സത്യസന്ധൻ, വിശ്വസ്തൻ, പരമാർത്ഥി, ഇതൊക്കെ ഏകദേശം ഒരേ സ്വഭാവങ്ങളെ ഇല്ലേ, ഒരു സ്വഭാവത്തെ പല നിലകളിൽ കാണിക്കുന്നതാണ്. ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളായി മാറണം. അതിൽ ആ ജ്യോതിസ് 3 നിലയിൽ പ്രകാശിച്ച് നിൽക്കുകയാണ്. പരമാർത്ഥതയോടെ,
ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായി, അനന്യരായി. എന്തിനു വേണ്ടി? താഴോട്ട് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായി നമ്മെ നിർത്തേണ്ടതിന്. ഫിലിപ്പി ലേഖനം 1:9 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നമ്മളെങ്ങനെ ജീവിക്കണം? അനന്യരായി, പരമാർത്ഥികളായി, നിഷ്കളങ്കമായി. ഈ പുസ്തകത്തിൻ്റെ വ്യത്യാസം നമ്മുടെ വ്യത്യാസമായി മാറണം. എങ്ങനെ? വിശ്വാസമായി വചനം പരിണമിച്ച് നമ്മുടെ ഹൃദയത്തിൽ പരിണമിച്ച്, കേട്ട വചനം വിശ്വാസമായി പരിണമിച്ച് നമ്മുടെ അവയവങ്ങളിലേക്ക് വ്യാപരിക്കുകയും അത് നമ്മിൽ നിന്ന് മുഴങ്ങുകയും ചെയ്യണം. കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, അവയവങ്ങളുടെ ഓരോ പ്രവൃത്തിയിലൂടെയും മുഴങ്ങി മറ്റുള്ളവർ കേൾക്കാൻ, കാണാൻ കഴിയുന്ന ഈ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ കാണിക്കണം. ക്രിസ്തീയ ജീവിതം കാണിക്കണം. ഇതാണ് ദൈവത്തെ സേവിക്കുന്ന ഓരോ ഭക്തൻ്റെ വ്യത്യാസമായി മാറുന്നത്. പ്രമാണത്തിൻ്റെ വ്യത്യാസം ദൈവത്തെ സേവിക്കുന്നവൻ്റെ വ്യത്യാസമായി മാറണം. ദൈവത്തിൻ്റെ പ്രമാണം നമ്മൾ അനുസരിച്ച് ജീവിച്ച് സമൂഹത്തിൽ വ്യത്യസ്തരായി മാറണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് വചനം പ്രമാണിച്ച് ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് വചനം വിശ്വാസമായി പരിണമിക്കുകയും കേൾവിയിലൂടെ വന്ന ഹൃദയത്തിൻ്റെ നടുവിൽ വന്ന വചനം അത് വിശ്വാസമായി പരിണമിച്ച് അവയവങ്ങളിലൂടെ വ്യാപരിച്ച് സമൂഹത്തിൽ മുഴങ്ങട്ടെ. വചനം വ്യത്യാസമുള്ളതാണ് എന്ന് ഞങ്ങൾ എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിന്ന് പഠിച്ചല്ലോ. ദൈവവചനത്തിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഞങ്ങൾ കേട്ട് വിശ്വസിച്ച് അത് ഞങ്ങളുടെ വിശ്വാസമായി, അത് ഞങ്ങളുടെ വ്യത്യാസമായി ഞങ്ങളിൽ പരിണമിച്ച് വ്യത്യാസമുണ്ടാകട്ടെ. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം, ഞങ്ങളുടെ കർത്താവിൻ്റെ വചനം വ്യത്യാസമുള്ളതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തട്ടെ. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വം പിതാവിന് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ.